തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജന ഓർഡിനൻസ് സംസ്ഥാന സർക്കാർ ഒഴിവാക്കി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടാതെ മടക്കിയിരുന്നു. പകരം നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം. നിയമസഭാ സമ്മേളനം ജൂൺ 10 മുതൽ ചേരാനും ക്യാബിനറ്റ് ശുപാർശ ചെയ്തു. തദ്ദേശ വാർഡ് പുനർവിഭജന ഓർഡിനൻസിന് പിന്നാലെ പോകേണ്ടതില്ല എന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഓർഡിനൻസിന് പകരം വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് കൊണ്ടുവരാനാണ് യോഗം തീരുമാനിച്ചത്. നേരത്തെ ഓർഡിനൻസ് അംഗീകാരത്തിനായി സർക്കാർ രാജ്ഭവനിലേക്ക് അയച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി ഗവർണർ ഓർഡിനൻസ് മടക്കിയിരുന്നു. പിന്നീട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. ഈ ഓർഡിനൻസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതിക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കുകയും ചെയ്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കിട്ടിയാലും ഗവർണറുടെ അംഗീകാരം അടുത്ത കടമ്പയായി വേണ്ടിവരും. നിയമസഭാ സമ്മേളനം ജൂൺ 10 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ നേരത്തെ തന്നെ സർക്കാർ തീരുമാനിച്ചതാണ്. ഈ സാഹചര്യത്തിലാണ് വാർഡ് പുനർവിഭജനം സംബന്ധിച്ച ബില്ല് സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ധാരണയായത്. പത്മ പുരസ്കാര ശുപാർശയ്ക്കായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായുള്ള സമിതി രൂപീകരിക്കാനും സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജനം, തിരുവനന്തപുരം.